ഒരു ക്ലറിക്കിൻ്റെ പോലും, ഞാൻ ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു, ഒരു ക്ലറിക്കിൻ്റെ പോലും ഒരു ഓഫീസ് കൈകാര്യം ചെയ്യേണ്ട സാങ്കേതിക തികവില്ലാതെയാണ് വൈസ് ചാൻസലർ ഓഫീസ് കൈകാര്യം ചെയ്യുന്നത് എന്ന് പറയേണ്ടി വരികയാണ്. അങ്ങനെ ജനാധിപത്യപരമായ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ പുറത്താക്കിയാൽ, നടപടിയെടുത്താൽ ഈ ജനാധിപത്യ സമരങ്ങൾ അവസാനിക്കും എന്നാണ് ഡോക്ടർ പി രവീന്ദ്രൻ കരുതിയിരിക്കുന്നത്. ഇതിൽ മറുപടി പറയേണ്ടത് കോൺഗ്രസ് നേതൃത്വം കൂടിയാണ്. കാരണം ഈ ഡോക്ടർ പി രവീന്ദ്രന് വേണ്ടുന്ന എല്ലാ കവചവും ഇന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഒരുക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ കോൺഗ്രസ് സംഘടനയുടെ നേതാക്കന്മാരും വിദ്യാർത്ഥി സംഘടന നേതാക്കന്മാരുമാണ്. RSSനെതിരെ കേരളത്തിൻ്റെ ഏതെങ്കിലും ഒരു സമരോരത്ത്, ഏതെങ്കിലും ഒരു സമരത്തെരുവിൽ, ഏതെങ്കിലും ഒരു ക്യാമ്പസിൽ ഒരക്ഷരം മിണ്ടാതെ കേരളത്തിനകത്തെ KSUം MSFും ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ മാർച്ച് നടത്തുകയാണ്. ആരെ സംരക്ഷിക്കാൻ? ഡോക്ടർ പി രവീന്ദ്രൻ സംരക്ഷിക്കാൻ. ഡോക്ടർ പി രവീന്ദ്രനെ സംരക്ഷിക്കുന്നതിൽ KSUO MSFോ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശനും ഒക്കെ ചേർന്ന് അയാളെ സംരക്ഷിച്ച് ചേർത്ത് പിടിക്കും. ഞങ്ങൾക്കൊരു തർക്കവുമില്ല. കാരണം കോൺഗ്രസിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായി BJPയിലേക്ക് പോയില്ല എന്നൊരാശ്വാസമെങ്കിലും നമുക്കുണ്ടാവുമല്ലോ. പക്ഷേ ഡോക്ടർ പി രവീന്ദ്രൻ എവിടെയാണ് പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവേ? ഡോക്ടർ പി രവീന്ദ്രൻ എവിടെയാണ് പ്രിയപ്പെട്ട KSUകാരെ? ഡോക്ടർ പി രവീന്ദ്രൻ എവിടെയാണ് പ്രിയപ്പെട്ട MSFുകാരെ? കഴിഞ്ഞ ദിവസം MSFിൻ്റെ സംസ്ഥാന പ്രസിഡന്റിൻ്റെ നാട്ടിൽ സേവാഭാരതിൻ്റെ പരിപാടിക്ക് പോയി ഉദ്ഘാടനം ചെയ്ത ആളാണ് ഡോക്ടർ പി രവീന്ദ്രൻ. KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റും MSFിൻ്റെ സംസ്ഥാന പ്രസിഡന്റും വ്യക്തമാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സേവാഭാരതിൻ്റെ പരിപാടിക്ക് കോൺഗ്രസിൻ്റെ അധ്യാപക സംഘടനാ നേതാവായ ഡോക്ടർ പി രവീന്ദ്രന് പോകാനുള്ള പ്രചോദനം കേരളത്തിലെ പ്രതിപക്ഷ നേതാവാണോ എന്നാണ് കേരളത്തിലെ KSUവും MSFും വ്യക്തമാക്കേണ്ടത്. മുസ്ലിം ലീഗും വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ പ്രധാനപ്പെട്ട പ്രവർത്തന മേഖലയിലാണല്ലോ അയാൾ വന്ന് സേവാഭാരതിയുടെ പരിപാടിയിൽ പങ്കെടുത്തത്. അപ്പോൾ അങ്ങനെ സേവാഭാരതിയിൽ പരിപാടിയിൽ പങ്കെടുക്കുന്നവരെ ഉൾപ്പെടെ ചേർത്ത് പിടിക്കുന്നതാണ് ഞങ്ങളുടെ രാഷ്ട്രീയം എന്ന വിശാലമായ രാഷ്ട്രീയം എന്നു മുതലാണ് മുസ്ലിം ലീഗ് കൈകാര്യം ചെയ്യാൻ തുടങ്ങിയതെന്നുകൂടി മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം പറയേണ്ടതായിട്ടുണ്ട്. MSFിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഈ വൈസ് ചാൻസലറെ സംരക്ഷിക്കാൻ വേണ്ടി അവിടെ പോയി സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, സമരാഭാസം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, RSSൻ്റെ ഒരു അക്ഷരം അപ്പുറത്തും മിണ്ടാതെ. അതുകൊണ്ട് ഡോക്ടർ പി രവീന്ദ്രനെ RSSലേക്ക് ഏത് നിമിഷവും കാലെടുത്തു വെച്ച് RSSൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യനായി മാറിയിരിക്കുന്ന ഡോക്ടർ പി രവീന്ദ്രനെ സംരക്ഷിക്കുന്ന ഈ നടപടി ശരിയാണോ എന്ന് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം, മതനിരപേക്ഷവാദികളായ ഏതെങ്കിലും ഒരു മനുഷ്യൻ, ഞങ്ങൾ ഇപ്പോഴും പ്രതീക്ഷയോടെ കാണുകയാണ്, മതനിരപേക്ഷവാദികളായ ഏതെങ്കിലും ഒരു മനുഷ്യൻ ചെറിയൊരു മൂളലെങ്കിലും കോൺഗ്രസിൽ മതനിരപേക്ഷതയുടെ ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ, ചെറിയ ഞരക്കമെങ്കിലും മതനിരപേക്ഷതയുടെ ബാക്കി പത്രമായി കേരളത്തിലെ കോൺഗ്രസിൽ ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ, ആ നെഹ്റുവിൻ്റെ സോഷ്യലിസ്റ്റ് സിദ്ധാന്തമൊക്കെ ഇന്നും കേരളത്തിലെ കോൺഗ്രസ്സുകാർ ഓർക്കുന്നുണ്ടെങ്കിൽ, കേരളത്തിലെ കോൺഗ്രസ്സുകാരാ നെഹ്റുവിനെ ഓർത്തിട്ടെങ്കിലും ഡോക്ടർ പി രവീന്ദ്രനെ തള്ളിപ്പറയാൻ നിങ്ങൾ തയ്യാറാവണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഇത് പൊതുസമൂഹമാകെ പ്രതിഷേധിക്കേണ്ട വിഷയമാണ്. ഞങ്ങൾ പൊതുസമൂഹത്തോടാണ് സംസാരിക്കുന്നത്. ഞങ്ങൾ നേരത്തെ കൃത്യമായി പറഞ്ഞു, ഞങ്ങൾ രക്ഷിതാക്കളോടും അധ്യാപകരോടും ഒപ്പം തന്നെ വിദ്യാർത്ഥികളോടും അഭ്യർത്ഥിക്കുകയാണ്. ഈ അഭ്യർത്ഥന ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് പൊതുസമൂഹമാകെ ഇതിനെതിരായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരണം. അധ്യാപകർക്ക് പാദപൂജ എന്ന പേരിൽ അവരിപ്പോൾ ഞാൻ കാണിച്ചല്ലോ, തെളിവ് സഹിതമാണല്ലോ ഞാൻ കാണിച്ചത്. ഈ നിലയിലുള്ള കാര്യങ്ങളാണ് നമ്മുടെ സ്കൂളുകളിൽ നടത്തുന്നത്. ശക്തമായ പ്രതിഷേധം കേരളത്തിലെ പൊതുസമൂഹത്തിൽ നിന്ന് പുരോഗമനവാദികളായ, മതനിരപേക്ഷവാദികളായ, മതവിശ്വാസികളായ, ഞാൻ അതും എടുത്ത് പറയുന്നു, നിങ്ങൾ മതവിശ്വാസികളെ ഒന്നും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് കളയരുത്. RSSനോടെയാണ് ഞാൻ പറയുന്നത്. RSS മതവിശ്വാസികളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. മതവിശ്വാസം ഏറ്റവും പവിത്രമായി സൂക്ഷിക്കുന്ന മനുഷ്യർ ഈ കേരളത്തിനകത്തുണ്ട്. എല്ലാ മതത്തിൽപ്പെട്ടവരുമുണ്ട്. അവരെല്ലാവരും വിശ്വാസികളുണ്ട്. ആ വിശ്വാസികളെല്ലാം സ്വന്തം മതവിശ്വാസത്തെ ചേർത്ത് പിടിക്കുമ്പോഴും അവരുടെ മതവിശ്വാസത്തിന് ഏറെ ബഹുമാനം കൊടുക്കുന്നവരാണ് കേരളത്തിലെ. അതാണ് കേരളത്തിൻ്റെ പ്രത്യേകത. കേരളത്തിലെ മതനിരപേക്ഷയുടെ പ്രത്യേകത ഇതാണ്. സ്വന്തം വിശ്വാസത്തെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുമ്പോഴും അവരുടെ മതവിശ്വാസത്തെ അതിലേറെ ബഹുമാനത്തോടെ കാണുന്നവരാണ് മലയാളികൾ, കേരളക്കാർ. അതാണ് കേരളത്തിലെ മതനിരപേക്ഷയുടെ പ്രത്യേകത. കേരളത്തിലെ പൊതുവിദ്യാലയത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഒരാചാരത്തിനും ഒരു മതവിശ്വാസത്തിനും എതിരല്ല കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. പക്ഷേ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥികളെ നമ്മൾ പഠിപ്പിക്കുന്നത് മതവിശ്വാസിയായിരിക്കുമ്പോൾ തന്നെ അവരുടെ മതവിശ്വാസത്തെ കൂടി ബഹുമാനിക്കാൻ വേണ്ടിയിട്ടാണ്. ആ അവരുടെ മതവിശ്വാസത്തെ ബഹുമാനിക്കുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ആശയത്തെയാണ് RSS ഇത്തരം നടപടികളിലൂടെ ചോദ്യം ചെയ്യുന്നത്. അവരുടെ മതവിശ്വാസം കൂടി പരിഗണിക്കപ്പെടണമെന്ന് കുട്ടികളെ പഠിപ്പിക്കേണ്ടവർ അപരമതവിശ്വാസത്തിൻ്റെ പ്രചാരകരായി കേരളത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നു. അതിനെതിരായ ശക്തമായ പ്രചരണം കേരളത്തിലെ പൊതുസമൂഹത്തിനകത്ത് നടക്കേണ്ടതായിട്ടുണ്ട്.